ഹലോ ഗൈസ്. അപ്പോൾ ഞാനിന്ന് ഈ വ്ളോഗ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒരു മാസം മുന്നേ പോയ ട്രെക്കിങ്ങിൻ്റെ വ്ളോഗായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ കുറേ നാളായി. ഞാനിപ്പോൾ ഉള്ളത് തുമ്മാനിയൻ പാർക്കിലാണ്. ഇവിടെ ഇപ്പോൾ നല്ല വെയിലും സീനും ഒക്കെ ആയിട്ടിരിക്കുവാണ്. ആ പഴയ വിൻ്ററൊന്നും അല്ല, ഇപ്പോൾ ഇനി നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലുണ്ട്, പക്ഷേ തണുത്ത ക്ലൈമറ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോനെക്കുറിച്ച് പറയാം. വീഡിയോനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ആ വീഡിയോ റെക്കോർഡ് ചെയ്തു. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ ഗുമ്രിയിലെ ഒരു സറാപ്പാത്ത് എന്ന് പറയുന്ന വില്ലേജായിരുന്നു. അപ്പോൾ അതിനടുത്തൊരു വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതായിരുന്നു ഞങ്ങളുടെ ലൊക്കേഷൻ, ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചിരുന്ന ലൊക്കേഷൻ. അങ്ങനെ ഞങ്ങളൊരു ടാക്സി ബുക്ക് ചെയ്തു. ഞങ്ങൾ വിചാരിച്ചിരുന്ന ലൊക്കേഷനല്ല പുള്ളിക്കാരൻ കൊണ്ടാക്കിയത്. ഞങ്ങൾ വിചാരിച്ച ലൊക്കേഷനും ഞങ്ങൾ ഇറങ്ങിയ ലൊക്കേഷനും തമ്മിൽ ഏകദേശം 34 കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്യാബിൽ കയറി അവിടെ ഇറങ്ങിയിട്ട് ഫുൾ കൺഫ്യൂഷൻ. ഞങ്ങൾക്ക് ഇപ്പം അങ്ങോട്ട് വണ്ടി ഉണ്ടോ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ, കാരണം അങ്ങോട്ട് ബസ്സില്ല. ഇപ്പോൾ ഈ പോകുന്ന പ്രൈവറ്റോ അല്ലാണ്ട് ബസ്സൊന്നുമില്ല. അല്ലാണ്ട് ആൾക്കാർ സ്വന്തം ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് പ്രൈവറ്റായിട്ട് പോകുന്ന വണ്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ടാക്സി ഇട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ കുറേ നോക്കി അതിനൊരു ടാക്സി കിട്ടി. ആ ടാക്സിക്ക് അവിടെ ചെന്നിറങ്ങിയപ്പോൾ പറഞ്ഞാൽ ലൊക്കേഷൻ നൈസ് ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാമായിട്ടുള്ള ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഒരു സൗണ്ടും ഇല്ല. ആകെയുള്ള സൗണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോഡുണ്ട്, ആ റോഡിൽ കൂടി ഇങ്ങനെ വണ്ടി പോകും, ആ സൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തെന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങളവിടെ പോയി ഇറങ്ങി. ഭയങ്കര കാമായിട്ടുള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നിരുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ ആയി. പിന്നെ എന്നിട്ട് ഞങ്ങൾ കുറച്ച് നടന്നു തുടങ്ങി. ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് പിന്നെ ഒരു കുറേ കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്, അതെല്ലാം ട്രെക്ക് ചെയ്യാനുള്ളതാണ്. ഞങ്ങൾ നടന്നു തുടങ്ങിയപ്പം കുറച്ച് പ്രായമുള്ളൊരു അപ്പാപ്പൻ എന്നിട്ട് പറഞ്ഞ് ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കയറി തുടങ്ങിയപ്പോഴത്തേക്ക് പുള്ളി പൈസയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, എൻ്റെ അടുത്ത് നാട്ടിൽ ഏകദേശം 2000 INR എമൗണ്ട് ചോദിച്ചു. പിന്നെ മറ്റേ എൻ്റെ കൂടെ വന്ന രതീഷ് ബ്രോൻ്റെ അടുത്ത് 1000 INR കിലോമീറ്ററുള്ള കറൻസി ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ നടന്നോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വലിയ കാര്യത്തിൽ ഷോട്ട് നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇരുട്ടി തുടങ്ങി. പിന്നെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഗൈസ് എങ്ങനെയുണ്ട് ഗൈസ് ഞാൻ ഓഫർ ചെയ്യുന്ന സൈറ്റ്? ഇതൊക്കെ സൈറ്റ് ഞാൻ ഓഫർ ചെയ്യുന്ന സൈറ്റ് എങ്ങനെയുണ്ട് ഗൈസ്? നോക്കൂ എടാ ഗൈസ്, ഇത്രയും വൃത്തിയുള്ള സ്ഥലത്തുണ്ട് ആരോ കോൾഗേറ്റിൻ്റെ കവർ ഇട്ടേക്കുന്നത് ഗൈസ്. ദിസ് ഈസ് ടു റോങ്, ദിസ് ഈസ് റോങ് ഗൈസ്. സൺസെറ്റ് കാണും, സൺസെറ്റ് ഉദർ ദേഖോ. 2-3 മണിക്കൂർ നടന്നപ്പോഴത്തേക്കും ഒരു വില്ലേജിൻ്റെ അടുത്ത് എത്താറായി. സറാപ്പത്ത് വില്ലേജ് അല്ല, അതിന് താഴെ ഒരു വില്ലേജ് ഉണ്ട്. അപ്പോൾ ആ വില്ലേജിൻ്റെ അടുത്ത് എത്താറായപ്പോൾ വേറൊരു പുള്ളിക്കാരൻ. അപ്പം ആ പുള്ളിക്കാരൻ്റെ പേരാണ് നമ്മുടെ എന്തായിരുന്നു, വാർദ്ധക് അങ്ങനെ അങ്ങാണ്ട് ആ പേര് പുള്ളിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ ആ പുള്ളി പറഞ്ഞ് ലിഫ്റ്റ് തരാം, കൊണ്ടുപോകാൻ പൈസ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുള്ളിയുടെ വണ്ടിയിൽ കയറി കുറച്ച് ഡിസ്റ്റൻസ് പോയി. പുള്ളിയുടെ വീടിൻ്റെ അവിടെ വരെ പോയി. പുള്ളിയുടെ വീട് ആ വഴിയാണ്. അങ്ങനെ ആ പുള്ളിയുടെ വീടിൻ്റെ അവിടെ വരെ പോയി. അപ്പോൾ പുള്ളി പറഞ്ഞ് മുകളിൽ മഞ്ഞുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു ഓക്കെ മഞ്ഞായിരിക്കും, മൂടൽ മഞ്ഞ് വല്ലതും ആയിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്ന് വാലിയുടെ പോലത്തെ ആയി. ഞങ്ങൾ 2 മൗണ്ടൻ്റെ ഒക്കെ ഇടയ്ക്കൂടെ നടന്നു തുടങ്ങി. അപ്പോൾ ഓൾമോസ്റ്റ് ആ മലയുടെ മുകളിൽ കയറി ഇറങ്ങാറായി. ആ മലയുടെ മുകളിൽ കയറിയിട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ആ വില്ലേജിലോട്ട് പോകുന്നതിനുള്ള വഴി വരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഈ ട്രാക്കുകൾ കാണാം, വണ്ടി പോയ ട്രാക്കുകളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പം ഞങ്ങൾ ആ വഴി നോക്കി പിടിച്ച് രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ ഫ്ലാഷൊക്കെ അടിച്ച് മാപ്പൊക്കെ നോക്കിപ്പോയി. ഒരു ആപ്പുണ്ട് ഹൈക്ക് അർമീനിയ എന്ന് പറയുന്നത്. അപ്പം അതിൽ മാപ്പ് നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ അത് നോക്കിപ്പോയി. ഇവിടെ എന്തോ നടക്കുന്നു, എന്തോ പിള്ളേർ പുറത്തിറങ്ങേണ്ട സന്തോഷമാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് ഈ സമ്മർ ഭയങ്കര ഇഷ്ടമായിട്ടും മിക്കവരും പുറത്തായിരിക്കും. അപ്പോൾ നമുക്ക് കഥയിലോട്ട് തിരിഞ്ഞു വരാം. ഞങ്ങൾ നല്ലൊരുട്ടി നല്ല ഡാർക്കായി അങ്ങനെ ഒരു അവസ്ഥയായി. കുറച്ച് നേരം അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. ഞാൻ ലവാഷും കൊണ്ടുപോയി, ചിക്കൻ നല്ല ഡീപ് ഫ്രൈ ചെയ്ത് കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് കേടാവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊണ്ടുപോയി. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് വെള്ളം കുടിച്ചിട്ട് കയറി തുടങ്ങിയപ്പോഴത്തേക്ക് തണുപ്പ് കൂടി തുടങ്ങിയതും പിന്നെ സൈഡിൽ കുറച്ച് ചെറിയ അരുവികളൊക്കെ വന്നു തുടങ്ങി. മറ്റേ തോട് പോലെ ചെറിയ സാധനങ്ങൾ. മഞ്ഞ് കാണാൻ തുടങ്ങി. ചെറിയ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ലോക്കലൈസ്ഡ് ആയിട്ട് കുറച്ച് മഞ്ഞുകളുണ്ട്.
മഞ്ഞുകൾ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ച് സീനാവും, മുകളിൽ മഞ്ഞ് കൂടുതലായിരിക്കും. പക്ഷേ എന്തോ ഭാഗ്യം വെച്ചാൽ ഞങ്ങൾ വിചാരിച്ച പോലെ നടന്നു. മുകളിൽ ഭയങ്കര മഞ്ഞായിരുന്നു. മഞ്ഞ് പറഞ്ഞാൽ നല്ലപോലെ കൂടി. പക്ഷേ നടക്കാൻ ഇച്ചിരി സീനുണ്ടായിരുന്നു. കാരണം എനിക്ക് ബൂട്ടായിരുന്നെങ്കിലും മറ്റേ പുള്ളിയുടെ ക്യാൻവാസിൻ്റെ ഷൂസ് ആയിരുന്നു. അപ്പോഴത്തേക്ക് അത് നനഞ്ഞിട്ട് പിന്നെ നല്ല ഇതായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ബൂട്ടിൽ മഞ്ഞൊക്കെ കയറി അത് വെള്ളമായി തുടങ്ങി. പിന്നെ മറ്റേ പുള്ളിക്കാരൻ്റെ കാല് തണുത്തുറച്ചൊരു പരിവായി. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ നടന്ന് പിന്നെ ഫുള്ള് സ്നോ ആയി, മരവിച്ച് ഒരു പരിവായി. അങ്ങനെ ഞങ്ങൾ കുറച്ചിട്ട് അവിടെ നിന്ന് ഇരിക്കാനൊന്നും സ്ഥലമില്ല, കാരണം ഫുള്ള് മഞ്ഞായിപ്പോയി. ഞങ്ങളുടെ ഷൂ പൊങ്ങി മുട്ടിന് കുറച്ചുകൂടെ താഴെ വരെ ഫുള്ള് മഞ്ഞ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറച്ചിട്ട് ഇരിക്കാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇരിക്കാം. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ചിന്തിച്ച് കയറണോ സംഭവം വേണ്ടി ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ച് ഓക്കെ എങ്കിൽ പിന്നെ ഡ്രോപ്പ് ചെയ്യാം എന്ന് വിചാരിച്ച് ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ആ പ്ലാൻ അവിടെ ഡ്രോപ്പായി. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങിയ സമയത്താണ് ഞങ്ങൾ ഈ സംഭവം നോട്ടീസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ സ്നോ ഡെൻസ് ആയിരുന്നു. അതുകൊണ്ട് സ്നോയിൽ ഈ കൊച്ചു പോസ് കാണാം, ഇങ്ങനെ കാൽപ്പാട്. പക്ഷെ മനുഷ്യൻ്റെ അല്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കൊച്ചതല്ല കേട്ടോ, അത്യാവശ്യം വലുതാണ്. ഞാൻ ഫോട്ടോ കാണിക്കാം. അപ്പോൾ അത്യാവശ്യം വലുതാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്താ സാധനം. എൻ്റെ ഒരു അറിവിൽ ഇവിടെ ബ്രൗൺ ബെയറും ഉണ്ട്, പിന്നെ ഫോക്സ് ഉണ്ട്, വൂൾഫുണ്ട്. പക്ഷെ ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ച് ഫോക്സുകളെ കണ്ടു, കൊച്ചു കുറുക്കന്മാരെ കണ്ടായിരുന്നു. പിന്നെ ബ്രൗൺ ബെയറിനെ കണ്ടിട്ടില്ലെങ്കിലും ഉണ്ടെന്നറിയാം. അങ്ങനെ ഞങ്ങൾ കിട്ടിയ നോളജിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വരാമെന്ന് തീരുമാനിച്ചു. തിരിച്ചിറങ്ങുമ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ലോപ്പുകളൊക്കെ ഉണ്ടായതുകൊണ്ട് സീനായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ഇറങ്ങുന്ന സമയത്ത് ശരിക്കും തിരിഞ്ഞു നോക്കുന്നു. അപ്പോഴത്തേക്കും ദൂരെ നല്ല താഴെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു ഇങ്ങനെ ഡോട്ടായിട്ട് സ്റ്റാർസ് കാണാം. സ്റ്റാർസ് അല്ല, ലൈറ്റ്സ് കാണാം. ലൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും അടുത്തുള്ള സിറ്റിയുടെയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള ടൗണിൻ്റെ ഒക്കെ എന്തെങ്കിലും ഓൾറെഡി പ്ലാൻ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ഞാൻ വിചാരിച്ച് ക്യാമ്പ് ഇടാം. പക്ഷേ ക്യാമ്പ് ഇടാനായിട്ട് അവിടെ സ്ഥലമില്ല, മഞ്ഞത്ത് ക്യാമ്പ് ഇട്ട് കഴിഞ്ഞാൽ ഹൈപ്പോതെർമിയ സീനുകളും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് ആ സീനാണ്. ഞങ്ങൾ പിന്നെ കുറച്ചുകൂടെ ഇറങ്ങി കുറേ താഴെ ഞാൻ പറഞ്ഞില്ല ആദ്യം മറ്റേ വർദ്ധ എന്ന് പറയുന്ന പുള്ളിയുടെ വീടിൻ്റെ കുറച്ചുകൂടെ താഴെ പോയി. അപ്പോൾ അവിടെ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ ക്യാമ്പ് ഇട്ടു. അപ്പോൾ ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇവിടെ ഇരിക്കുമായിരുന്നു. അപ്പം ഗൈസ്, ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. കാരണം ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ അടുത്ത വീഡിയോ ഇടുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് കമൻറ്റും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നൊന്നുമില്ല. അപ്പം അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. കാരണം ഇതിൻ്റെ ബാക്കിയായിട്ടാണ് ഇടുന്നത്. ഞാൻ എന്തായാലും അടുത്ത വീഡിയോക്കുള്ളതും ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് വേണം തിരിച്ച് വീട്ടിൽ പോകാൻ. അതിലൊന്ന് വെയിൽ കൊള്ളാം. അപ്പം ശരി, എന്നാൽ കാണാം.